കോമു എന്തൊക്കെ കൊറേ കാലല്ലോ തന്നെ കണ്ടിട്ട് ഇരിക്കെ ഒരു പണിയില്ലാതെ നടക്കുന്നതിനെ കൊണ്ടേ എന്താ കേട്ടോ എന്തോ ഒരു മണികിൽക്കം കേട്ടല്ലോ. അതാണ് അപ്പൊ എന്റെ സൂക്കെടുപ്പോ അതാ മണികിൽക്കോ? മണികിൽക്കാന്ന് പറഞ്ഞാൽ എന്റെ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒച്ച വയറ്റിന്റെ ഉള്ളിൽ നിന്നോ? കിണി കിണി ഒരു മണി കഴിക്കണത് അതിനെക്കൊണ്ട് ഇപ്പൊ ഇരിക്കുമ്പോ ഒന്നും അങ്ങനെ പ്രശ്നമില്ല. ശരി, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഇളകുമ്പോഴൊക്കെ വച്ചിട്ടും ഒരു മണി. ശരി, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കേസ് കാണുന്നത് തന്നെ. എന്താ പറയാ അതിനെക്കൊണ്ട് പിന്നെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട്. ഇപ്പൊ അടുത്ത് വയലിൽ കുട്ടികൾ കളിക്കണ്ടായി, ഓരോ മുന്നിൽ കൂടെ നടന്നതാ. മക്കള് മുട്ടായിക്കാരാ, ചെറു മുട്ടായി എന്നിട്ട് കുട്ടികളോട് പറ്റിക്കാ എനിക്ക് ഭയങ്കര വേദന തോന്നി. ഒരു 11 മണിക്ക് ഒരു സ്കൂളിൽ കൂടെ ഊട്ടിയതാ. കുട്ടികൾ ലോങ് ബെല്ലടിച്ച് വിചാരിച്ചിട്ട് മണിച്ച് ഓടിക്കാൻ ഈ പ്രശ്നം കൊണ്ട്. അത് ശരി, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പൊ ഒരു സുഖം കേട്ടോ. എന്റെ ചെവിയുടെ പാട വരെ അടിച്ചു പോലടോ. ഇതെന്തൊരു റയർ കേസാണല്ലോ. താനിപ്പോ അടുത്ത് ഞാനൊരു എഴുതിയ മരുന്ന് കഴിച്ചിരുന്നോ? ഞാനൊരു ജലദോഷമായിട്ട് വന്നിട്ട്. അതെ, ആ മരുന്ന് കഴിച്ചിരുന്നു. കഴിഞ്ഞ് അത് കഴിഞ്ഞ അതിന്റെ ആ 3 ദിവസങ്ങൾ പറഞ്ഞ മരുന്നൊക്കെ കുടിച്ചതിന്റെ ശേഷമാണ് ഇത് വരാൻ തുടങ്ങി. താൻ എങ്ങനെ കഴിച്ചത്? കഴിച്ചാൽ പറഞ്ഞല്ലോ, അപ്പൊ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. അതേമാതിരി തന്നെ നല്ല ഇതില് ഞാൻ കഴിച്ചു. എങ്ങനെ കഴിച്ചു? അന്ന് എഴുതി അങ്ങനെയാണ്, ഓരോ ടീസ്പൂൺ വീതം 3 ദിവസം കഴിക്കുക. അപ്പൊ ഓരോ ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3 എണ്ണം, 9 ടീസ്പൂൺ എടുത്ത് മണിങ്ങി. 9 ടീസ്പൂൺ. ഒരു മിനിറ്റ്. താന് വല്ലാത്തൊരു പഹയനാണ് താനട്ടോ. കൂട്ടം കൊണ്ടിട്ടില്ല.